മാന്യ പ്രേക്ഷകരെ, കേരളീയ ദർശൻ ടിവിയുടെ കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലിയോ 14 മാർപ്പാപ്പയായി ശ്രീ വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക അങ്കണത്തിൽ പുതിയ മാർപ്പാപ്പ അധികാരമേറ്റു. പുതിയ മാർപ്പാപ്പയുടെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പരിതസ്ഥിതി സംരക്ഷണവും അതുപോലെ പാവപ്പെട്ടവരോടുള്ള ഉത്തരവാദിത്വവും, പരിതസ്ഥിതി സംരക്ഷണവും പാവങ്ങളോട് ഉള്ള ഉത്തരവാദിത്വവുമാണ് എടുത്തു പറഞ്ഞത്. മുക്കുവന്റെ മോതിരവും പാല്യവും അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാർപ്പാപ്പയായി വാഴിക്കപ്പെട്ടതിനു ശേഷം നടത്തിയ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞത്. മുക്കുവന്റെ മോതിരം എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ 1 ആദ്യത്തെ മാർപ്പാപ്പ ഒരു മുക്കുവ സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് മാർപ്പാപ്പ അണിയുന്ന മോതിരത്തെ മുക്കുവന്റെ മോതിരം എന്ന പേര് വന്നത്. അതുപോലെ തന്നെ പാലിയം, കഴുത്തിന് ചുറ്റും അണിയുന്ന വസ്ത്രം, ആ വസ്ത്രത്തിൽ 5 കുരിശുകൾ ഉണ്ടായിരിക്കും. ശ്രീ യേശുദേവന്റെ 5 തിരുമുറിവുകളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ആ 5 കുരിശുകൾ. അങ്ങനെ ആ മുക്കുവന്റെ മോതിരവും പാലയവും അണിഞ്ഞുകൊണ്ടാണ് പുതിയ മാർപ്പാപ്പ ലിയോസ് 14 വത്തിക്കാൻ സിറ്റിയിലെ ബസിലിക്ക അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അധികാരം ഏറ്റെടുത്തു. ആ അധികാരം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രസംഗത്തിലാണ് പരിതസ്ഥിതി സംരക്ഷണവും പാവങ്ങളോടുള്ള കടപ്പാടും ഉത്തരവാദിത്വവും ഊന്നി പറഞ്ഞത്. അതാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ലോകമെമ്പാടും വളരെയധികം മാധ്യമ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്ത സംഭവം. ആ സംഭവം കേരളീയ ദർശനും ആദരവോടെ റിപ്പോർട്ട് ചെയ്യുന്നു. സാധാരണയായി അഴിമതിയും കൈക്കൂലിയുമെല്ലാം കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ പൊതുവെയും ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ആ അഴിമതി അല്ലെങ്കിൽ കൈക്കൂലി, വലിയ കൈക്കൂലികൾ അന്വേഷിക്കുന്ന ഇഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ കേസുകൾ ഒതുക്കി തീർക്കുന്നതിനുള്ള ഏജന്റുമാർ പ്രവർത്തിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തുകൊണ്ടിരിക്കുന്നു. ഇത് പറയുമ്പോൾ എല്ലാ പ്രധാനപ്പെട്ട ഓഫീസുകളിലും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ചുറ്റിപ്പറ്റിയുള്ള ഏജന്റന്മാര്
ആ ഏജന്റന്മാർ മുഖാന്തരം ചെല്ലുന്ന അപേക്ഷകൾ മാത്രമേ പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കാറുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ശരിയാക്കി നൽകാറുള്ളൂ. അതിന് വേണ്ടുന്ന ഫീസ് ആ ഏജന്റാണ് തുക നിശ്ചയിക്കുന്നത്, തുക പറയുന്നത്. അതിന്റെ ഒരു വിഹിതം അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് വൈകുന്നേരം എത്തിക്കുന്നു, അല്ലെങ്കിൽ വൈകുന്നേരം അവരുടെ മേശപ്പുറത്ത് ചെല്ലുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുത. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ഏജന്റുമാർ മുഖാന്തരം അപേക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾ എളുപ്പം നടക്കൂ, അല്ലെങ്കിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം തിരുത്തി അതെല്ലാം കാര്യമാക്കാതെ കാര്യങ്ങൾ നടത്തിപ്പോരുന്ന ഒരു സംവിധാനം RTO ഓഫീസുകളിലും അതുപോലുള്ള മറ്റ് താലൂക്ക് ഓഫീസായാലും വില്ലേജ് ഓഫീസായാലും എക്സൈസ് ഓഫീസായാലും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും റവന്യൂ ഡിപ്പാർട്ട്മെന്റുകളായാലും എന്തിനേറെ പറയുന്നു, മന്ത്രിമാരുടെ ഓഫീസുകളിൽ പോലും ഏജന്റുമാരുണ്ട്. ആ ഏജന്റ് മുഖാന്തരം ചെല്ലുന്നവർക്ക് മാത്രമാണ് കാര്യങ്ങൾ എളുപ്പമാകുന്നത്. എന്നാൽ ഈവൻ മാനേജ്മെന്റിന്റെ പ്രവർത്തനം ഈ അടുത്ത കാലത്തായി കേരളത്തിൽ വളരെ ശക്തി പ്രാപിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരെ ഒരു പരിപാടിക്ക് ലഭിക്കുന്നതിന് പോലും ഈവൻ മാനേജ്മെന്റിനെ ആശ്രയിക്കേണ്ടുന്ന ഒരു ഗതികേട് ഇന്ന് സംസ്ഥാനത്ത് നിലവിലുണ്ട്. ഇത് എത്രത്തോളം മുന്നോട്ട് പോകും എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇത് എവിടെ നിന്നാണ് ഇതെല്ലാം വന്നു എന്ന് ചോദിച്ചാലും അറിയില്ല. പണ്ട് മുതൽക്കേ ഇത്ര ഏജന്റുമാരുടെ സ്വാധീനം, ആ ഏജന്റ് മുഖാന്തരം കാര്യങ്ങൾ നടത്തുന്ന ഒരു സംവിധാനം സർക്കാർ ഓഫീസുകളിൽ നിലനിന്നിരുന്നു. എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കുന്നതിന് ഏജന്റുമാരെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അത് ആർക്കും അറിയില്ല. കാര്യം നടക്കണോ ഏജന്റുമാർ വിചാരിക്കണം. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ കേരളത്തിലും വന്നുപെട്ടിട്ട് കാലം ഏറെയായി. ഒരു പക്ഷേ അത് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ കേരള മന്ത്രിസഭയിൽ, അതായത് 1957 രൂപീകരിച്ച ആദ്യത്തെ മന്ത്രിസഭ. ആ മന്ത്രിസഭയിൽ അത് താരതമ്യേന അല്ലെങ്കിൽ അത്തരം ഏജന്റുമാരെ എല്ലാം മാറ്റി നിർത്തിയിരുന്ന ഒരു മന്ത്രിസഭയായിരുന്നു. പിന്നീട് വന്നിട്ടുള്ള എല്ലാ മന്ത്രിസഭകളും ആ മന്ത്രിസഭകളിലെ മന്ത്രിമാര് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ അവിടെയെല്ലാം ഏജന്റുമാരുടെ സ്വാധീനം അല്ലെങ്കിൽ ഏജന്റുമാര് പിടി മുറുക്കാറുണ്ട്. അതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് ഒരു വീട്ടിലെ സഹോദരങ്ങളായ 3 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു. അതിൽ 19ഉം 17ഉം വയസ്സുള്ള 2 വിദ്യാർത്ഥിനികൾ മരണപ്പെട്ടു. പല രോഗങ്ങളും കേരളത്തിൽ നിന്നും പറഞ്ഞു വിട്ടു എന്ന് ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് പറയുമ്പോഴും മഞ്ഞപ്പിത്തം പോലുള്ള അല്ലെങ്കിൽ മറ്റു ചില സാംക്രമിക രോഗങ്ങൾ അത് കാലാവസ്ഥയ്ക്ക് അനുസൃതമായി മഴക്കാലത്ത് വരുന്നതും ചില മരണങ്ങൾ സംഭവിക്കുന്നതുമെല്ലാം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മരണം സംഭവിക്കുമ്പോഴാണ് അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പും ഉണരുന്നത്.
അപ്പോഴാണ് സ്ഥലം MLA-മാരടക്കമുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകര് മന്ത്രിമാര് എല്ലാം ഉണരുന്നത് അപ്പോഴാണ്. പിന്നീടും അവര് കുറെ കഴിയുമ്പോൾ വീണ്ടും ഉറക്കത്തിലാകുന്നു. ഇതെല്ലാം മഴ കാലമാകുമ്പോൾ വന്നുപെടുന്ന രോഗങ്ങൾ, ആ രോഗങ്ങളെയെല്ലാം മുൻകൂട്ടി അല്ലെങ്കിൽ മഴക്കാലം ആവുന്ന ആ കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയും പ്രത്യേകിച്ചും ഇടത്തരക്കാരും പാവപ്പെട്ടവരും താമസിക്കുന്ന മേഖലകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തദ്ദേശീയ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സജീവമായി കാര്യക്ഷമമായി നടത്തുകയും അവിടെയാണ് ആശാവർക്കർമാരുടെ പ്രാധാന്യം തിരിച്ചറിയുന്നത്. ഇപ്പോൾ ആശാവർക്കർമാരിലെ വലിയ ഒരു വിഭാഗം ആൾക്കാർ സമരത്തിലാണ്. അവർ സമരം തുടങ്ങിയിട്ട് ഇന്ന് 100 ദിവസം പിന്നിടുന്നു, 100 ദിവസം തികയുന്നു. അവര് സമ്പന്ന തൊഴിലാളികളല്ല, ദരിദ്ര തൊഴിലാളികളാണ്. ഈ 100 ദിവസം ആ സമരം നീട്ടിക്കൊണ്ടു പോകാതെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ താഴേക്കിടയിലുള്ള ദരിദ്രരായ തൊഴിലാളികളുടെ സമരം അത് ഇത്രയധികം നീട്ടിക്കൊണ്ടുപോകാതെ അവരുമായി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവരുമായി ചർച്ച ചെയ്ത് അത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും, അവർ വയ്ക്കുന്ന ഡിമാൻഡുകൾ പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എങ്കിൽ തന്നെയും സാമ്പത്തിക പ്രതിസന്ധി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ, ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് ആ സമരക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡുകളെ നോക്കിക്കാണുകയും ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ നൽകി ആ സമരം ഒത്തുതീർപ്പാക്കുകയും ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഒരിക്കലും ആ സമരം ഇത്രയും നാൾ നീട്ടിക്കൊണ്ട് പോകാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് കാരണം ആശാവർക്കർമാരുടെ ദൗർബല്യം ഈ മഴക്കാലമാകുമ്പോൾ അത് ശരിക്കും അനുഭവപ്പെട്ടു തുടങ്ങും. ഒരു കാലഘട്ടത്തെ, പ്രത്യേകിച്ചും കോവിഡ് കാലഘട്ടത്തിൽ വാളണ്ടിയർ സേന പോലെയാണ് അവർ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ സേവനം, അവരുടെ പ്രവർത്തനം കേരളത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം, തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, തൊഴിലെടുക്കുന്നവരെന്നുകൊണ്ട് ഉദ്ദേശിച്ചത് കാർഷിക മേഖലയിലും അതുപോലുള്ള കശുവണ്ടി, കയർ, പരം മേഖലയിലും അതുപോലുള്ള ചെറുകിട വ്യവസായ മേഖലകളിലും പണിയെടുക്കുന്നവരെയാണ് ഉദ്ദേശിച്ചത്. അവരുടെ ഇടയിലെല്ലാം ആശാവർക്കർമാരുടെ സേവനം അത് വളരെ വലുതായിരുന്നു. അതുകൊണ്ടാണ് കോവിഡ് കാലത്ത് അവർ വാളണ്ടിയർ സേന പോലെയാണ് പ്രവർത്തിച്ചെന്ന് പറയാൻ കാരണം. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് നൽകാവുന്ന ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട്, പരിമിതിക്കകത്തിൽ നിന്നുകൊണ്ട് തന്നെ നൽകാൻ കഴിയുന്ന ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് ആ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ഇതിനു മുമ്പ് പല ആവർത്തി കേരളദർശൻ ആവശ്യപ്പെട്ടതാണ്. അത് വീണ്ടും 4ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ സാധാരണക്കാരായ ദരിദ്ര തൊഴിലാളികളായ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ സർക്കാർ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ആണ് ആശാമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെടുന്നത്. സർക്കാരിന്റെ 4ാം വാർഷികം 4 വർഷം കഴിയുന്നു, 5ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഈ 4 വർഷം സർക്കാർ ചെയ്ത ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ
അത് വ്യത്യസ്ത മേഖലയിൽ നടത്തിയിട്ടുള്ള വികസന മേഖലയിൽ കാർഷിക മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലായാലും ഒക്കെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ അക്കമിട്ട് എണ്ണി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും അതിന്റെ പ്രവർത്തകരും ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അതിനു വേണ്ടിയുള്ള ആഘോഷങ്ങളും സെമിനാറുകളും തുടങ്ങിയ പരിപാടികൾ നടത്തിക്കൊണ്ട് സർക്കാർ നേരത്തെ തന്നെ അത് തുടങ്ങി വെച്ചതാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ കാലമായതുകൊണ്ടാണ് അത് നിർത്തിവെച്ചത്. അത് വീണ്ടും പൊതുവാദ്യം ഭംഗിയായി വീണ്ടും തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അതങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിന്റെ വീഴ്ചകൾ, കോട്ടങ്ങൾ, വാഗ്ദാനങ്ങൾ, ലംഘിക്കപ്പെടുന്ന വാഗ്ദാനങ്ങൾ ഒക്കെ തന്നെ എണ്ണി പറഞ്ഞുകൊണ്ട് മറുവശത്ത് പ്രതിപക്ഷവുമുണ്ട്. പ്രതിപക്ഷം സർക്കാരിന്റെ ന്യൂനതകൾ, ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ, വികസന രംഗത്തെ മുരടിപ്പുകൾ, അതുപോലുള്ള മേഖലകളിലെ മാന്യത ഒക്കെ തന്നെ അക്കമിട്ട് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് പ്രതിപക്ഷം പറയുമ്പോൾ തന്നെയാണ് അവരതിനു വേണ്ടിയുള്ള പ്രചരണങ്ങൾ നടത്തുന്നു, അതിനുവേണ്ടിയുള്ള ജാഥകൾ നടത്തുന്നു, അതിനുവേണ്ടിയുള്ള വാഹന ജാഥകൾ നടത്തുന്നു, അതിനുവേണ്ടിയുള്ള യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നു, പൊതുസമ്മേളനങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെയാണ് സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട്, വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുമെല്ലാം മറുഭാഗത്തും ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടും കേട്ടേ മതിയാവും. ഈ രണ്ടും കേൾക്കുന്ന ജനങ്ങൾ എവിടെയാണോ കൂടുതൽ ശരി, എവിടെയാണോ കൂടുതൽ തെറ്റ് എന്ന് അവർ തന്നെ കണ്ടുപിടിച്ചോളണം എന്ന മട്ടിലാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും അവരുടെ സർവവിധ ശക്തിയും പ്രതാപവും സംഘടനാ പാഠവും ഒക്കെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് രംഗത്ത് നിൽക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടുന്ന വേറൊരു വിശേഷം എന്ന് പറയുന്നത്, നമ്മുടെ തിരുവനന്തപുരം MP, ലോകസഭാ അംഗം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പരമോന്നത സമിതിയാണ് അവരുടെ വർക്കിംഗ് കമ്മിറ്റി. ആ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗമായ ശശി തരൂരിനെ ഇന്ത്യ പാക് യുദ്ധത്തിലെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിദേശ രാഷ്ട്ര തലവന്മാരെ, വിദേശ രാഷ്ട്രങ്ങളിലെ ബുദ്ധിജീവികളെ ഒക്കെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഒരു സംഘത്തിന്റെ തലവനാണ് ശ്രീ ശശി തരൂർ. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ്. നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ പല വിദേശ യൂണിവേഴ്സിറ്റികളിലും പാഠ്യ വിഷയങ്ങളാണ്. അങ്ങനെ ഒരു അന്തർദേശീയ ഫിഗർ ശശി തരൂരിനുണ്ട്. അതുകൊണ്ടായിരിക്കാം BJP സർക്കാർ ശശി തരൂരിനെ വിദേശത്ത് അയക്കുന്ന സംഘങ്ങളുടെ ഒരു സംഘത്തിന്റെ തലവനായി നിശ്ചയിച്ചത്. അവിടെ കോൺഗ്രസിലെ ചില നേതാക്കന്മാർ എടുത്തു പറയുന്നത്, പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അനുവാദം വാങ്ങാതെയാണ് ശശി തരൂർ ആ സംഘത്തലവനാകാം എന്നും വിദേശ രാഷ്ട്രത്ത് പോകാമെന്നും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതെന്നാണ്.
പാർട്ടിക്കകത്ത് നിന്ന് നോക്കുമ്പോൾ, പാർട്ടിക്കകത്തെ വളയത്തിനകത്ത് നിന്നാണ് നോക്കിക്കാണുന്നതെങ്കിൽ ഈ വിമർശനം ശരിയാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതാവ്, അതും ആ പാർട്ടിയുടെ പരമോന്നത സമിതിയിലെ അംഗമായ നേതാവ്, ആ പരമോന്നത സമിതിയിലെ അംഗങ്ങളെയെങ്കിലും അറിയിച്ചുകൊണ്ട് അവരുടെ ഉടനെ വർക്കിംഗ് കമ്മിറ്റി വിളിച്ചു കൂട്ടത്തക്ക സാഹചര്യമില്ലെങ്കിൽ ആ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെയെല്ലാം അറിയിച്ചതിന് ശേഷമായിരിക്കണമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഈ സംഘത്തലവൻ എന്നുള്ള പദവി സ്വീകരിക്കേണ്ടിയിരുന്നത്. എന്നാൽ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും അദ്ദേഹം സങ്കുചിത രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുകയും അത് അദ്ദേഹത്തിൻ്റെതായ ബുദ്ധിയിൽ അഭിപ്രായങ്ങൾ പറയുകയും അതനുസരിച്ച് അദ്ദേഹം ലേഖനങ്ങൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ചരിത്രമുണ്ട്. അന്നും ഇതുപോലുള്ള വിമർശനങ്ങൾ, ഇന്ന് നടക്കുന്നത് പോലുള്ള വിമർശനങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അദ്ദേഹം അത്ര വകവയ്ക്കുകയും ചെയ്തിട്ടില്ല. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വിദേശ രാഷ്ട്രങ്ങൾ അയക്കുന്ന അമേരിക്ക പോലുള്ള, ബ്രിട്ടൻ പോലുള്ള രാഷ്ട്രങ്ങളിൽ ഒരു സംഘത്തെ അയക്കുമ്പോൾ ആ സംഘത്തിൽ ഉൾപ്പെടുന്നവർ ആരായിരിക്കണമെന്നും അവരുടെ മിനിമം ക്വാളിഫിക്കേഷനും എന്തായിരിക്കണമെന്നെല്ലാം കേന്ദ്ര സർക്കാരിന് വ്യക്തമായ അറിവുണ്ട്. അതുകൊണ്ടാണ് ശശി തരൂരിനെ ഒരു സംഘത്തിന്റെ തലവനാക്കിയത്. അല്ലാതെ നിരവധി എംപിമാരുണ്ടല്ലോ, പ്രത്യേകിച്ച് മലയാളത്തിൽ തന്നെ, കേരളത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു ഡസനിലധികം എംപിമാരുണ്ടല്ലോ. അവരുടെ ആരുടെയെങ്കിലും പേര് സർക്കാർ നിശ്ചയിക്കാത്തത് അവരെ ആരും ശശി തരൂരിന് മുകളിൽ അല്ല എന്ന് മാത്രമല്ല, പലരും ശശി തരൂരിനേക്കാൾ എത്രയോ താഴെ ഉള്ള നിലവാരത്തിലുള്ളവരാണ് ബുദ്ധിശക്തിയില്, ബുദ്ധി വൈഭവത്തില്. അതുകൊണ്ടാണ് ശശി തരൂരിനെ ആ വിദേശ രാഷ്ട്ര പ്രതിനിധികളുടെ ഒരു സംഘത്തിന്റെ തലവനാക്കിയത്. അത് സർവദാ സ്വാഗതം ചെയ്യേണ്ടി ആണ് കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത്. അല്ലാതെ അതിനെ വിമർശിക്കേണ്ട എന്നല്ല പറയുന്നത്. വിമർശിക്കുന്ന ആ വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് ആവുന്നതായിരിക്കും നല്ലത്. അവരവരുടെ ഘടകങ്ങൾ, വാർഡ് കമ്മിറ്റി മുതൽ മണ്ഡലം കമ്മിറ്റി മുതൽ എഐസിസിയുടെ കമ്മിറ്റി വരെ, അല്ലെങ്കിൽ വർക്കിംഗ് കമ്മിറ്റി വരെ എല്ലാം ശശി തരൂരിനെ വിമർശിക്കാം. അത് ആ പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ടാണ് അത് ചെയ്യേണ്ടിയിരുന്നത്. അതൊന്നും പത്രപ്രസ്താവനയിലൂടെ പേരെടുക്കുന്നതിന് വേണ്ടി ആവരുത് എന്നാണ് ഈ അവസരത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സംഘത്തിന്റെ അംഗം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള CPIMന്റെ രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ് ആണ്. അദ്ദേഹം മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. അങ്ങനെ ജോൺ ബ്രിട്ടാസിനെ തെരഞ്ഞെടുത്തതിലും കേന്ദ്ര സർക്കാർ ആ ബുദ്ധിവൈഭവമുള്ള ഒരാളെന്ന നിലയിൽ വിദേശങ്ങളിൽ പോയി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള, ക്വാളിഫിക്കേഷനുള്ള ഒരാളെന്ന നിലയിലാണ് ജോൺ ബ്രിട്ടാസിനെ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചത്. ഒരുപക്ഷെ അത് CPMനോട് ഒരാളെ ഒരു പാർലമെന്റ് അംഗത്തെ തരാൻ ആവശ്യപ്പെട്ടാലും ആ പാർട്ടി ആദ്യം ആലോചിക്കുന്നത് ജോൺ ബ്രിട്ടാസിന്റെ പേര് തന്നെ ആയിരിക്കാം. എന്നാലും കേന്ദ്ര സർക്കാർ ഈ രണ്ടു പേര്, ജോൺ ബ്രിട്ടാസിന്റെയും ശശി തരൂരിന്റെയും പേരാണ് നിശ്ചയിച്ചത്. അവർക്കാണ് ആ പദവി നൽകിയിരിക്കുന്നത്. അതിനെ CPM വിമർശിച്ചിട്ടില്ല. വിമർശിച്ചതാവട്ടെ കോൺഗ്രസ് ആണ്. അത് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയമായ, സംഘടനാപരമായ കെട്ടുറപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെയൊക്കെയാണ്.
അത് മുമ്പും ഇതുപോലുള്ള ചില കൊതിക്കറിവുകൾ അസൂയ കൊണ്ട് അസൂയയും അതുപോലുള്ള മറ്റ് സങ്കുചിത മനോഭാവം കൊണ്ടാണ് ഇത്തരം സംഘങ്ങളിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ശശി തരൂരിനെ തിരഞ്ഞെടുത്തതിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല എങ്കിൽ തന്നെയും കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ കോൺഗ്രസിൽ നിന്നും ഒരാളിനെ ഒരു സംഘത്തിന്റെ തലവനാക്കുമ്പോൾ അത് ശശി തരൂർ അല്ലാതെ മറ്റൊരു പേര് അവർ കണ്ടെത്താൻ കഴിയില്ല. അത് അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയുമാണ് പക്വതയുള്ള കോൺഗ്രസുകാർ ചെയ്യേണ്ടത്. ഇത് നല്ലപ്പോഴല്ല. ഇന്നലെ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇതുപോലുള്ള വിദേശത്തേക്ക് പ്രതിനിധികളെ അയച്ചപ്പോൾ ജയപ്രകാശ് നാരായണനാണ് അവർ അയച്ചത്. ഗാന്ധിജിക്ക് തുല്യനായ ഒരു നേതാവാണ്, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, നേതാവാണ് ശ്രീ ജയപ്രകാശ് നാരായണൻ. ആ ജയപ്രകാശ് നാരായണനാണ് അയച്ചത്. അതോടെ തന്നെ നരസിംഹറാവു ചെയ്തത് BJPയുടെ നേതാവ് അടൽ ബിഹാരി വാജ്പേയിയാണ് വിദേശത്തേക്ക് അയച്ചത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത്, ഇതെല്ലാം എടുത്തു പറയുന്നത് എപ്പോഴും കാര്യക്ഷമത ഉള്ള ആളെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ തിരഞ്ഞെടുക്കുന്നത്. അത് ഏത് സർക്കാരായാലും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുകൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതിൽ ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണ്. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല, ഇന്നത്തെ കേരള സർവകലാശാല ആദ്യം തിരുവിതാംകൂർ സർവകലാശാലയായിരുന്നു. അത് രൂപീകരിക്കുമ്പോൾ ആ കേരള തിരുവിതാംകൂർ സർവകലാശാലയുടെ പ്രഥമ ചാൻസലർ എന്ന് പറയുന്ന അന്നത്തെ മഹാരാജാവ് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. അന്ന് വൈസ് ചാൻസലറായി നിയമിക്കാൻ ആലോചിച്ച ഒരു പേര് അന്ന് ലോകപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ശ്രീ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റൈന്റെ സേവനം തിരുവിതാംകൂർ മഹാരാജാവ് ആവശ്യപ്പെട്ടു, കത്ത് മുഖാന്തരം ആവശ്യപ്പെട്ടു. എന്നാൽ ഇത്രയധികം ദൂരമുള്ള സ്ഥലത്ത് വന്ന് തന്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചുകൊണ്ട് തന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആ തിരുവിതാംകൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർഷിപ്പ് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചത്. ആ പാരമ്പര്യമെല്ലാം കേരളത്തിനുണ്ട്. മാത്രമല്ല, കേരളത്തിലെ ആദ്യത്തെ കോളേജുകൾ അത് NSSന്റെ വക കോളേജായാലും SNDPO-ത്തിന്റെ കോളേജായാലും കത്തോലിക്ക സഭയുടെ കോളേജായാലും അവിടെയെല്ലാം പഠിപ്പിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രാവീണ്യം തെളിയിച്ചവരെയുമാണ് അധ്യാപകരായി നിയമിച്ചിട്ടുള്ളത്. ആ ഒരു പാരമ്പര്യം കേരളത്തിന് ഉണ്ട് എന്നുകൂടി ഇന്ന് ശശി തരൂരിനെ വിമർശിക്കുന്ന മലയാളികളായ കോൺഗ്രസ് നേതാക്കളെ ഓർമ്മപ്പെടുത്താൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. പിന്നീടുള്ളത് ഒരു ദളിത് യുവതിയെ ഒരു മോഷണ കേസിൽ കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരം സിറ്റിയിലെ പേരൂർക്കട എന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ 20 മണിക്കൂറോളം രാത്രിയും പകലുമായി 20 മണിക്കൂറോളം മാനസികമായി പീഡിപ്പിച്ചു എന്നാണ്. അവരെ നിരവധി ജാതി പേരടക്കം പറഞ്ഞ് അവരെ ആക്ഷേപിച്ചു എന്നാണ് അവരുടെ തന്നെ മൊഴി പുറത്തു വന്നിരിക്കുന്നത്. ആ മോഷണം മുതൽ ഒരു സ്വർണ്ണമാലയാണ് മോഷണം പോയത്. അവർ ജോലിക്കുന്ന ഒരു വീട്ടിലെ സ്വർണ്ണമാലയാണ് മോഷണം പോയത്. ആ മോഷണ കുറ്റം ഈ ദളിത് യുവതിയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടാണ്
അല്ലെങ്കിൽ ഈ ദളിത് യുവതിയുടെ മേൽ ആരോപിച്ചുകൊണ്ടാണ് അവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവരെ മാനസികമായി 20 മണിക്കൂറോളം പീഡിപ്പിച്ചത്. അതിന് ഉത്തരവാദികളായ 2 പോലീസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം. ഈ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം പുറത്ത് നിൽക്കണം. അത് കഴിഞ്ഞാൽ റീഇൻസ്റ്റേറ്റ് ചെയ്യും. അപ്പോൾ ശമ്പളമൊക്കെ ഒരുമിച്ച് കിട്ടും. അതെല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യം. ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇന്ന് ആ മോഷണം പോയ മാലയുടെ ഉടമസ്ഥ രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത് മാല തിരിച്ചു കിട്ടിയത് വീട്ടിന്റെ പുറകുവശത്ത് നിന്നാണ്. മാല ഇരുന്നത് വീട്ടിനകത്താണ് സൂക്ഷിച്ചിരുന്നത്. ഈ ഒരു ആരോപണം കൂടി ഇന്ന് ആ മാലയുടെ ഉടമസ്ഥയുടെ ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തായാലും ഒരു ദളിത് യുവതിയെ 20 മണിക്കൂറോളം ഒരു പോലീസ് സ്റ്റേഷനിൽ നിർത്തി മാനസികമായി പീഡിപ്പിക്കുകയും അവസാനം നിങ്ങൾ മോഷ്ടിച്ചിട്ടില്ല, ആ മാല തിരിച്ചു കിട്ടി, നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു വിടുകയും ചെയ്ത ഒരു സാഹചര്യം അത് നിസ്സാരമായി കരുതാനാവില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള നിരവധി കുറ്റങ്ങൾ ചിലപ്പോൾ നിസ്സാരമായ കുറ്റമാവാം, ചിലപ്പോൾ ഗൗരവമുള്ള കുറ്റങ്ങളാവാം, ചിലപ്പോൾ സംശയത്തിന്റെ പേരിൽ എടുത്തതാവാം. അങ്ങനെയെല്ലാം പലപ്പോഴും കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിക്കുകയും ചില കസ്റ്റഡി മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുള്ളത് കേരളീയർക്കറിയാം. അതുകൊണ്ട് ഇത് നിസ്സാരമായി കാണരുത് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഉള്ള ഒരു കാര്യം, മലപ്പുറം വേങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് പണി പൂർത്തിയാകാറായ ദേശീയപാത, പണി ഏകദേശമൊക്കെ പൂർത്തിയാകാറായി. ആ ദേശീയപാത അതിലെ സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞ് വീണിരിക്കുന്നു. അത് ഒരു കാറിന്റെ മുകളിലേക്കാണ് വീണത്. ആ കാറിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ 6 പേർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പോഴാ ദേശീയപാതയുടെ നിർമ്മാണത്തിലുണ്ടായ അപാകതകൾ, ആ ദേശീയപാതയിലെ ഉപയോഗിക്കേണ്ട ചല്ലിയായാലും സിമന്റായാലും മണലായാലും അതുപോലുള്ള സാമഗ്രികളായാലും അതിലൊക്കെ എവിടെയൊക്കെയോ തകരാറുകൾ സംഭവിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് വളരെ ഉയർന്ന നിലവാരമുള്ള എഞ്ചിനീയേഴ്സിനെ കൊണ്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തി ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ ആ ദേശീയപാത അധികാരികൾ, അതോറിറ്റി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് പ്രാദേശികമായിട്ട് നോക്കുമ്പോൾ സാധാരണ സംഭവമാണ്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് ചുറ്റും ഇടുന്ന ഓടുകൾ, നടപ്പാതകൾ, ആ നടപ്പാതയിൽ പാവിയിരിക്കുന്ന ഇന്റർലോക്കുകൾ, അത് 3 മാസം പോലും തികയുന്നതിന് മുമ്പ് ഇളകിപ്പോകുന്ന കാഴ്ച ദിവസവും തിരുവനന്തപുരത്തുകാരും തിരുവനന്തപുരത്ത് വന്നു പോകുന്നവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം സിറ്റിയിലെ പല നടപ്പാതകളും ഇടിഞ്ഞ നിലയിലാണ്. രാത്രി നടക്കുന്നവർക്ക് പലർക്കും ആ പൊട്ടിയ നടപ്പാതകളിൽ വെച്ച് കാല് വഴുതി വീണ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ സ്ഥിതിയിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അത് നിരീക്ഷിക്കേണ്ട, അത് കാലാകാലമായി പരിശോധിക്കേണ്ടുന്ന, അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ അപ്പോൾ പരിശോധന നടത്തേണ്ട ആ വകുപ്പിലെ ഉദ്യോഗസ്ഥര് അവരെ എവിടെയൊക്കെയോ എന്തൊക്കെയോ സ്വീകരിച്ചുകൊണ്ട് അതെല്ലാം നല്ല നിലയിലാണ്
ചെയ്തിട്ടുള്ളതെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത് ബില്ല് മാറുന്ന ഒരു പ്രവണത നിലവിലുണ്ട്. അവിടെ ആ പാതകളൊക്കെ, ആ നടപ്പാതകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി പോകുന്നവർ നോക്കിയാൽ കാണാം, പലപ്പോഴും സിമന്റ് ഇടേണ്ടടുത്ത് സിമന്റ് ഇടാറില്ല, അല്ലെങ്കിൽ സിമന്റും മണലും ചേർക്കേണ്ട അളവിൽ, സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള അളവിലല്ല സിമന്റും മണലും ചേർക്കുന്നതെന്നെല്ലാം വ്യക്തമായി കാണാൻ കഴിയും. അത് എത്രയോ വർഷമായി തുടരുന്ന ഒരു സംഭവമാണ്. സർക്കാർ ഇതാ 4 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. 5 വർഷം കഴിഞ്ഞ് വീണ്ടും തുടർ ഭരണത്തിന്റെ 4 വർഷമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി 1 വർഷമാണ് ഉള്ളത്. ഈ 1 വർഷം കഴിയുമ്പോൾ വീണ്ടും ഭരണം പിടിച്ചെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ, പദ്ധതികൾ, പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിലവിലിരിക്കുന്ന ഭരണത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും തിരികെ പിടിച്ചെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയും ആരംഭിച്ചു കഴിഞ്ഞു. അവരും ആ പ്രവർത്തനത്തിൽ സജീവമാണ്. ഇതെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. ആ തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ടുകൾ തങ്ങളുടെ ഭാഗത്ത് സമാഹരിക്കുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന, അത് ഭരണപക്ഷം ആയാലും പ്രതിപക്ഷമായാലും നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്ന് ജനം തിരിച്ചറിയണം. ആ തിരിച്ചറിയാത്തതാണ് പലപ്പോഴും കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ദുരന്തം എന്ന് പറയുന്നത്. ഇതോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.